ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ചിക്കൻ കറി വെച്ചത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നാടൻ രൂപത്തിലുള്ളൊരു ചിക്കൻ കറി കേട്ടോ. അതിനൊരു 1.5 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ സവാള നേരിയതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഉപ്പ് ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട്, പിന്നെ മുളക് പൊടി, സാധാരണ മുളക് പൊടി ഒരു 1.5 ടീസ്പൂണും കൂടി ഇട്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച്, പിന്നെ ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം ഈ നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി ഒരു 10-15 മിനിറ്റ് നേരം വയ്ക്കാം. അപ്പോൾ അതിനകത്തേക്ക് ഉപ്പും എരിവൊക്കെ നന്നായിട്ട് പിടിച്ചോളും. ഇതുപോലെ നന്നായിട്ട് ഞെരടി വയ്ക്കാം. ഇങ്ങനെ പുരട്ടി വയ്ക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രുചിയാട്ടോ ഈ ചിക്കന്. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഞെരടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുക്കറിലേക്ക് ഇട്ടിട്ട് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. എന്ന് വെച്ചാൽ ചിക്കനിൽ വെള്ളം ഉണ്ടാവും, പിന്നെ സവാളയിലും വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു വിസിലേ ഞാൻ വരുത്തിയിട്ടുള്ളൂ കേട്ടോ. അതങ്ങനെ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിനകത്ത് വറുത്ത് ഇടാനുള്ള ഇത് നോക്കാം. അപ്പോൾ ചിക്കൻ അവിടെ ഒന്ന് വേവട്ടെ. ഒരു ഉരുളി വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഈ പെരുംജീരകം ഉണ്ടെങ്കിൽ അതിടണതാണ് ഒത്തിരി കൂടി ടേസ്റ്റ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ പൊടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടതിന് ശേഷം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാക്കൊത്താണ് ആദ്യം ഇടേണ്ടത് കേട്ടോ. ഞാൻ ആദ്യം ഉള്ളി ഇട്ടുപോയി, കുഴപ്പമില്ല. ഒരു 1/4 കിലോ ഉള്ളിയോളം ചെറിയ ഉള്ളി നുറുക്കിയരിഞ്ഞ് എടുത്തതാണ് കേട്ടോ. അത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അത് മൂപ്പിച്ചെടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മൂത്തെടുക്കണ്ട തേങ്ങാക്കൊത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്ത്. അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് വല്ലാണ്ട് അങ്ങ് മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പാടല്ലേ. അപ്പോൾ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഉള്ളിയുടെ കൂടെ കിടന്നങ്ങ് മൊരിഞ്ഞ് കിട്ടിക്കോളൂ. എന്ന് വെച്ചാൽ കറുമുറാന്ന് അങ്ങോട്ട് ആവണ്ടല്ലോ. ഞാനിത്തിരി ലോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഉള്ളി മൊരിയണം ഇത്തിരി താമസമുണ്ട് ഉള്ളി മൊരിഞ്ഞ് വരാനായിട്ട്. വെളിച്ചെണ്ണ കിടന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ കുടിക്കും ഉള്ളിയിലേക്ക്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ കൈ വിടാതെ ഇങ്ങനെ നോക്കിയിരിക്കണം. ഉള്ളി പെട്ടെന്ന് കരിഞ്ഞ് അതിൻ്റെ ആ സ്വാദ് പോകും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അതും കൂടി ഇടും. അപ്പോൾ ഏകദേശം അപ്പോൾ വാടി വന്നിട്ടുണ്ട്. നല്ലോണം മൊരിഞ്ഞ് കിട്ടിക്കോളും. രണ്ടും കൂടി കിടന്ന് മൊരിഞ്ഞോളും. എന്നിട്ട് ഉള്ളി തേങ്ങാക്കൊത്തും കൂടി അത് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ കരിഞ്ഞു പോയാലൊന്നൊരു ഇത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ അത് ഇളക്കി പൊരിച്ചെടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വെളിച്ചെണ്ണയിൽ മൊരിയുമ്പോൾ ഒരു പ്രത്യേക വാസന കിട്ടാം. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും പച്ചമുളകല്ല കറിവേപ്പിലയും ഒക്കെ കൂടി. ഇതിനകത്ത് പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ. പച്ചമുളക് ഇടേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത് ബീഫിൻ്റെ കൂട്ടാട്ടോ. ബീഫ് ഉണ്ടാക്കുന്ന കൂട്ടാണത്. പക്ഷേ ഞാനത് ചിക്കൻ കിട്ടിയപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയെന്നേ ഉള്ളൂ. നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. പിന്നെ ബീഫ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഈ കാശ്മീരി മുളക് പൊടിയില്ലേ, ആദ്യം നമ്മൾ മറ്റേ മുളക് ഇട്ടിരുന്നത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട്, പിന്നെ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, പിന്നെ ഈ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇച്ചിരി ചേർക്കുന്നുണ്ട് കേട്ടോ. അധികം വലിയ പൊടികളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ പെരുംജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയായി പെരുംജീരകം ഇട്ട് കഴിഞ്ഞാൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതൊക്കെ കൂടി മുരിഞ്ഞ് കിട്ടുമ്പോൾ ഒരു നല്ലൊരു വാസനയായിട്ടോ. നമുക്ക് ശരിക്കും കൊതി വരുന്നൊരു വാസനയാണ്. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടി. ഇനി വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ടതിനകത്ത് ഇളക്കിയെടുക്കാൻ മാത്രം മതി.
ഇതിനകത്ത് തേങ്ങാപ്പാലോ വേറെ വെള്ളമോ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഈ ഉള്ള ഗ്രേവി വെച്ചിട്ട് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വേവിച്ച ചിക്കനിനകത്ത് എന്നിട്ട് തന്നെ ഇതിനകത്ത് വെള്ളമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി തട്ടിപ്പൊത്തി എടുക്കാം. അപ്പോൾ നല്ലൊരു ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റൈസ് വെക്കുമ്പോൾ റൈസും ചിക്കൻ കറിയും കൂടി കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാട്ടോ. നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അങ്ങ് കുഴഞ്ഞ് ഇതായിപ്പോവും. നല്ല നാടൻ രൂപത്തിലുള്ളൊരു ഇത് ശരിക്കും അടപ്പത്തൊക്കെ വെച്ച് വിറകൊക്കെ കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതിലും ടേസ്റ്റ് കൂടും കേട്ടോ. പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ള ഇതൊന്നും ഇല്ലല്ലോ. ഗ്യാസിൽ വെച്ച് തന്നെ ഈ ഉരുളിയിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മൾ എപ്പോഴും ഉപ്പിടുമ്പോൾ ഉണ്ടല്ലോ കുറച്ചിടാവും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാമല്ലോ. ഉപ്പായി പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് റൈസാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ, ഫ്രൈഡ് റൈസ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചിക്കൻ കറിയും കൂടി കൂട്ടി കഴിക്കാൻ നല്ലതാണ്. പിന്നെ ചപ്പാത്തി ആയിരുന്നു രാവിലെ. അപ്പോൾ ഒരു ചപ്പാത്തിയും ഇച്ചിരി റൈസൊക്കെ കൂടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കഷ്ണമൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഒരൊറ്റ വിസിലിൽ ഈ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ശരിക്കും സാധാരണ ഉള്ളിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ അത്ര സമയം പോവില്ലെന്ന് ഓർത്തിട്ട് ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒരു ബ്രൗൺ കളറിൽ കിട്ടും കേട്ടോ. നമുക്ക് നല്ല കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ചിക്കനും മീനൊക്കെ വയ്ക്കുന്ന കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്നാൽ ഞാനൊന്ന് ഫ്രിഡ്ജിലൊന്നും വയ്ക്കില്ല, അപ്പം തന്നെ ഉണ്ടാക്കി ഒന്നിനെ വറക്കും, ഇതുപോലെ അല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കി വയ്ക്കും. മീനും ചിക്കനൊക്കെയാണ് എനിക്ക് വെക്കാനിഷ്ടം. ബീഫൊക്കെ കിട്ടിയാലും വെക്കും കേട്ടോ. ബീഫ് ഞാൻ കഴിക്കില്ല. അപ്പോൾ ഒരിത്തിരി റൈസും ചപ്പാത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചിക്കൻ കറിയും കൂടി ഒഴിച്ച് കഴിക്കാം. ഗ്രേവി കുറവാണ്, ചിക്കനിലിങ്ങനെ പൊതിഞ്ഞിരിക്കണം. ശരിക്കും ഇതുപോലെ തന്നെ കിട്ടണം. കഷ്ണമൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇത്തിരി ഗ്രേവിയും കൂടി ഒഴിച്ച് കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ചെയ്യണേ. എനിക്ക് ഫുൾ സപ്പോർട്ട് തരണം കേട്ടോ. എൻ്റെ നേരത്തെ ഉള്ള വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നാലേ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്കൊരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു, ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.